ഇത് മാസ് മോട്ടോഴ്സിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി. നമുക്ക് അതിൻ്റെ വർക്കിനായിട്ട് ഇടുന്നത്. അതിനകത്ത് മെയിനായിട്ട് നമുക്ക് എഞ്ചിൻ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റിലത്തെ ഫിൽറ്റർ ക്ലീനിങ്ങിനൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ നിലവിൽ നമ്മൾ എഞ്ചിൻ ഓയിൽ ഒഴിച്ച് ഓയിൽ മാറ്റുന്നുണ്ട്. പിന്നെ അതിൻ്റെ എഞ്ചിൻ്റെ ബാക്കിയത്തെ ഭാഗങ്ങൾ, അതായത് ഹെഡിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യണം. ഓയിൽ ലീക്ക് കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ടാപ്പറ്റ് ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ സീറ്റ് ലോക്ക് കറക്റ്റായിട്ട് ലോക്ക് ആവാത്തൊരു കംപ്ലയിൻ്റ് ഉണ്ട്. അത് ഈ സീറ്റിൻ്റെ ക്യാച്ചറിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട്. സൈഡൊക്കെ ചെറിയൊരു ബെൻഡ് ഉണ്ട്. അപ്പോൾ ഇതൊന്നും മാറ്റിയിട്ട് സെറ്റ് ചെയ്യാം. ഏകദേശം നമുക്കൊരു 100 താഴെ അങ്ങോട്ട് അതിൻ്റെ റേറ്റ് തന്നെ. ഏകദേശം ഒരു 100 കൊടുത്താണ് റേറ്റ് തന്നെ. എന്തായാലും അത് കംപ്ലയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാനത് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എസ്റ്റിമേറ്റ് ഞാൻ ഇടാം. വില കറക്റ്റ് നോക്കണം. എൻ്റെ ഓർമ്മയിൽ തന്നെ പറഞ്ഞാണ്. ഏകദേശം നോക്കിയിട്ട് പറയാം. അപ്പോൾ അത് മാറ്റി ഞാൻ ലോക്കിൻ്റെ കേസ് റെഡി ആയിക്കോളും. കാരണം ബ്രേക്ക് കുറച്ച് ടൈറ്റ് ചെയ്യേണ്ടായിരുന്നു. അത് നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഫിൽറ്ററിനകത്ത് കാര്യമായിട്ടുള്ള ബ്ലോക്ക് കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ പോലും നമുക്ക് കമ്പൽസറി ആയിട്ട് ഫിൽറ്റർ ക്ലീനിങ് ആവശ്യമായതുകൊണ്ട് നമ്മൾ ചെയ്യണമെന്നാണ്. വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ.